ഇന്നത്തെ നമ്മുടെ പോർഷനിൽ നമ്മൾ ആദ്യം നോക്കാൻ പോവുക 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മൾ ഓൾറെഡി 2 സ്ട്രോക്കും 4 സ്ട്രോക്കിൻ്റെയും വർക്കിംഗ് ഒക്കെ പഠിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിങ്ങും ഡീസൽ എഞ്ചിൻ്റെ വർക്കിങ്ങും പഠിച്ചിരുന്നു. അപ്പോൾ 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? സൈക്കിൾ കംപ്ലീറ്റഡ് ഇൻ 2 സ്ട്രോക്സ് ഓർ 1 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്. 2 സ്ട്രോക്കിൽ ഒരു സ്ട്രോക്കിൽ പവർ കിട്ടും, അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് അല്ലെങ്കിൽ ക്രാങ്ക് ഒരു റെവല്യൂഷൻ കഴിയുമ്പോൾ നമുക്ക് പവർ കിട്ടും, അല്ലെങ്കിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പവർ കിട്ടും. എന്നാൽ 4 സ്ട്രോക്കിലോ സൈക്കിൾ കംപ്ലീറ്റഡ് ഇൻ 4 സ്ട്രോക്സ് ഓർ 2 റെവല്യൂഷൻസ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്. ഇവിടെ നമുക്ക് പവർ കിട്ടുന്നത് 4 സ്ട്രോക്കിൽ ഒരു സ്ട്രോക്കിൽ പവർ കിട്ടും, അല്ലെങ്കിൽ 2 റെവല്യൂഷൻ ക്രാങ്ക് കറങ്ങുമ്പോഴാണ് നമുക്ക് പവർ കിട്ടുക. അല്ലെങ്കിൽ സൈക്കിൾ കംപ്ലീറ്റ് ആകുക, ഈ പറയുന്ന 4 സ്ട്രോക്കുകളും കംപ്ലീറ്റ് ആകുന്നത് ഈ പറയുന്ന ക്രാങ്ക് 2 റെവല്യൂഷൻ കഴിയുമ്പോൾ, അതായത് 360 ഡിഗ്രി പ്ലസ് 360 ഡിഗ്രി ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അതേസമയം 2 സ്ട്രോക്കിൽ ഒരൊറ്റ 360 ഡിഗ്രിയിൽ സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നു. ദെൻ 2 സ്ട്രോക്കിൽ നമുക്ക് സെയിം കപ്പാസിറ്റി ഉള്ള 2 എഞ്ചിനുകളാണെങ്കിൽ 2 സ്ട്രോക്കിൽ നമുക്ക് കൂടുതൽ പവർ കിട്ടും, 4 സ്ട്രോക്കിൽ കുറഞ്ഞ പവർ ആയിരിക്കും. നമുക്കറിയാം 2 സ്ട്രോക്കിൽ നമുക്ക് 2 സ്ട്രോക്കിൽ ഒരു സ്ട്രോക്കിൽ പവർ കിട്ടും, 4 സ്ട്രോക്കിൽ 4 സ്ട്രോക്കിൽ ഒരു സ്ട്രോക്കിലാണ് പവർ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പവർ ഔട്ട്പുട്ടും 2 സ്ട്രോക്കിൽ നിന്നായിരിക്കും. ദെൻ 2 സ്ട്രോക്കിൽ സ്മോളർ ഫ്ലൈ വീൽ മതി, 4 സ്ട്രോക്കിൽ ഹെവിയർ ആയിട്ടുള്ള ഫ്ലൈ വീൽ വേണം. 2 സ്ട്രോക്കിലെ ഡിസൈൻ സിമ്പിളാണ്, വാൽസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. 4 സ്ട്രോക്കിൽ വാൽസൊക്കെ ഉള്ള കാരണം ഡിസൈൻ ഒന്നുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. 2 സ്ട്രോക്കിൽ പോർട്സ് ആണുള്ളത്, 4 സ്ട്രോക്കിൽ വാൽസ് ഉണ്ട്. ദെൻ 2 സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഈസിയാണ്, 4 സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. കംപ്രഷൻ റേഷ്യോ കുറവായിരിക്കും, ഇവിടെ കംപ്രഷൻ റേഷ്യോ കൂടുതലായിരിക്കും. ഇവിടെ എഫിഷ്യൻസി കുറവായിരിക്കും 2 സ്ട്രോക്കിൽ, തെർമൽ എഫിഷ്യൻസി. എന്നാൽ 4 സ്ട്രോക്കിൽ തെർമൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും. 2 സ്ട്രോക്കിലെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ മോറായിരിക്കും, ഇവിടെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവായിരിക്കും. ദെൻ 2 സ്ട്രോക്കിൽ വെയിറ്റ് കുറവാണ്, കാരണം മറ്റ് ആക്സസറീസിലൊക്കെ ഇല്ല. അതേസമയം 4 സ്ട്രോക്ക് എന്ന് പറയുന്നത് ഹെവിയർ ആയിട്ടുള്ള എഞ്ചിനായിരിക്കും, വാൽസും ക്യാം ഷാഫ്റ്റൊക്കെ വരുന്നതുകൊണ്ട്. ദെൻ 2 സ്ട്രോക്ക് എന്ന് പറയുന്നത് മോർ നോയ്സി ആയിരിക്കും, കാരണം നമുക്ക് 2 സ്ട്രോക്കിൽ പവർ കിട്ടുന്നു. 4 സ്ട്രോക്ക് എന്ന് പറയുന്നത് ലെസ് നോയ്സി ആയിരിക്കും. ദെൻ നമ്മൾ പെട്രോളും ഡീസലും തമ്മിലുള്ള ഒരു കമ്പാരിസണിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ നമ്മൾ കണ്ടു ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടെ ഇൻടേക്ക് വാൽവ് ഓപ്പൺ ആകുമ്പോൾ പെട്രോൾ എയർ മിക്സ്ചറാണ് എഞ്ചിനകത്തേക്ക് വരുന്നത്. പെട്രോൾ എയർ മിക്സ്ചർ ഫ്ലോസ് ത്രൂ ദ ഇൻലെറ്റ് വാൽവ്. ഡീസൽ എഞ്ചിനോ എയർ മാത്രമാണ് ഫ്ലോ ചെയ്യുക, എയർ ഫ്ലോസ് ത്രൂ ദ ഇൻലെറ്റ് വാൽവ്. ദെൻ പെട്രോൾ എഞ്ചിന് നമ്മൾ കാർബറേറ്റർ എന്ന് പറയുന്നൊരു ഡിവൈസ് യൂസ് ചെയ്യും. എന്തിനാണ് കാർബറേറ്റർ എന്ന് ചോദിച്ചാൽ, എയറും പെട്രോളും കൂടെ നമുക്ക് മിക്സ് ചെയ്യണം. കാരണം നമുക്കറിയാം വേപ്പർ ഫോമിലുള്ള പെട്രോളും എയറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് കാർബറേറ്റർ. നമ്മളത് പിന്നീട് പഠിക്കും. ദെൻ ഡീസൽ എഞ്ചിന് നമ്മൾ അത്തരത്തിൽ കാർബറേറ്റർ ഒന്നുമില്ല, ഫ്യൂല് ഡയറക്റ്റ് നമ്മൾ എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുവാണ്. അതിന് നമ്മളൊരു ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറയുന്ന ഒന്ന് യൂസ് ചെയ്യും. ദെൻ പെട്രോൾ എഞ്ചിനിലെ മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് 10 ബാർ ആണ്. ദെൻ ഡീസൽ എഞ്ചിനിൽ അത് 35 to 45 ബാർ കംപ്രഷൻ വരും. മീൻസ് അത്രയും പ്രഷർ കൂടുതൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടെ കംപ്രഷൻ റേഷ്യോ വളരെ കൂടുതലാണ്, കാരണം ഡീസൽ എഞ്ചിനെ സംബന്ധിച്ച് എയർ വളരെ ഹോട്ടായിട്ട് മാറിയിട്ട് ആ എയറിലേക്ക് ഫ്യൂല് സ്പ്രേ ചെയ്തുകൊണ്ട് ആ എയറിൻ്റെ ഹോട്ട്നെസ് കൊണ്ട് തന്നെ കമ്പസ്റ്റൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കംപ്രഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ദെൻ പെട്രോൾ എഞ്ചിൻ നമ്മൾ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുന്നു, ഡീസൽ എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ് ഇല്ല. പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഓട്ടോ സൈക്കിളിൻ്റെ ബേസിലാണ്, ഡീസൽ എഞ്ചിൻ ഡീസൽ സൈക്കിളിൽ വർക്ക് ചെയ്യുന്നു. ദെൻ അതോടൊപ്പം തന്നെ കംപ്രഷൻ റേഷ്യോ, പെട്രോളിൽ കംപ്രഷൻ റേഷ്യോ വരുന്നത് 6 to 10. ഇപ്പോൾ പുതിയ എഞ്ചിനുകളൊക്കെ അത് 12 വരെ എത്തും. എന്നാൽ ഡീസൽ എഞ്ചിനിലോ കംപ്രഷൻ റേഷ്യോ വളരെ കൂടുതലാണ്, 25 to 30 ആ റേഞ്ചിലൊക്കെ വരാം. ദെൻ പെട്രോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാണ്, ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. പെട്രോൾ എഞ്ചിന് വൈബ്രേഷൻ കുറവാണ്, ഡീസൽ എഞ്ചിന് വൈബ്രേഷൻ കൂടുതലാണ്. പെട്രോൾ എഞ്ചിന് വെയിറ്റ് കുറവാണ്, ഡീസൽ എഞ്ചിന് ഹെവിയർ ആണ്. ഇതിന് കാരണം ഞാൻ പറഞ്ഞു, കംപ്രഷൻ റേഷ്യോ വളരെ കൂടുതലാണ്, ഹൈ പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്യണം. ദെൻ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ഹൈ സ്പീഡ് എഞ്ചിനാണ്, ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് ലോ സ്പീഡ് എഞ്ചിൻസ് ആണ്.
ദെൻ മെയിൻ്റനൻസ് കോസ്റ്റ് പെട്രോൾ എഞ്ചിന് കുറവാണ്, പക്ഷേ ഡീസൽ എഞ്ചിന് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇനി നമ്മൾ അടുത്തത് ഒരു പെട്രോൾ എഞ്ചിൻ്റെ എയർ സിസ്റ്റം എന്താണെന്നാണ് നോക്കുന്നത്. എയറും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഫ്യൂവല് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ള കാര്യവും നമ്മൾ നോക്കും. അപ്പോൾ പെട്രോൾ എഞ്ചിനിൽ നമുക്കറിയാം നമ്മൾ എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത് എയറും അതുപോലെ തന്നെ ഫ്യൂവലും കൂടെ, ഫ്യൂവൽ വേപ്പർ ഫോമിലുള്ളതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂവൽ ഫ്ലോ ചെയ്യാൻ വേണ്ടി ഒരു ഫ്യൂവൽ ലൈൻ ഉണ്ടാകും. ആ ഫ്യൂവൽ ലൈൻ വഴി കാർബറേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിലേക്ക് എത്തും. നമ്മളിനി അത് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ കാർബറേറ്ററാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫ്യൂവലിനെയും അതുപോലെ തന്നെ എയറിനെയും കൂടെ മിക്സ് ചെയ്ത് ഒരു എയർ ഫ്യൂവൽ മിക്സ്ചറാക്കി എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കാർബറേറ്റർ ചെയ്യുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ജസ്റ്റ് രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്യുന്നു എന്നുള്ളതല്ല, എഞ്ചിന് എന്തുമാത്രം വേണം, അതായത് എത്ര ഔട്ട്പുട്ട് എഞ്ചിൻ ഡെലിവറി ചെയ്യണം എന്നതിനെ ആശ്രയിച്ചായിരിക്കും കൊടുക്കുന്നത്. അതായത് നമ്മൾ വളരെ സ്പീഡിൽ ആണ് നമുക്ക് എഞ്ചിൻ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമൊബൈൽ വളരെ സ്പീഡിൽ മൂവ് ചെയ്യിക്കണമെങ്കിൽ കൂടുതൽ പവർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ കേസിൽ നമുക്ക് കൂടുതൽ ഫ്യൂവൽ വേണം. അപ്പോൾ അത്തരത്തിൽ ഫ്യൂവലും എയറും തമ്മിലുള്ള റേഷ്യോ കൺട്രോൾ ചെയ്യുന്ന ആളും കൂടെയാണ് കാർബറേറ്റർ. അപ്പോൾ എയർ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള എയർ, ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ റിമൂവ് ചെയ്ത് കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എയർ ഫിൽട്ടർ യൂസ് ചെയ്യുക. എയർ സിസ്റ്റം ഫോർ പെട്രോൾ എഞ്ചിൻ consists of air filter and carburetor. Air after cleaning in the air filter is mixed with fuel in correct ratio using a carburetor. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എയറും ഫ്യൂവലും തമ്മിലുള്ള ആ ഒരു പ്രപ്പോർഷൻ, ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും വേരി ചെയ്യും. അതായത് നമ്മൾ വളരെ കയറ്റം കയറുമ്പോഴോ, ലോഡ് കൂടുതൽ ആവശ്യമുള്ളപ്പോഴോ, അതുപോലെ തന്നെ സ്പീഡ് കൂടുതൽ ആവശ്യമുള്ളപ്പോഴോ, അതെല്ലാം നമ്മൾ നോർമൽ റോഡിൽ കൂടെ ഒരു ഫ്യൂൽ എക്കണോമി റേഞ്ചിലൊക്കെ പോകുമ്പോഴോ പല പല ഫ്യൂവൽ റേഷ്യോസ് ആയിരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ഓരോ ലോഡിനനുസരിച്ചുള്ള ഫ്യൂവൽ റേഷ്യോകൾ, ഫ്യൂവലും എയറും തമ്മിലുള്ള റേഷ്യോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കാർബറേറ്റർ സഹായിക്കുന്നു. അതെങ്ങനെയാണെന്നുള്ളത് പിന്നീട് പറയും. ദ കാർബറേറ്റർ പ്രൊവൈഡ്സ് ദ എയർ ഫ്യൂവൽ മിക്സ്ചർ ഇൻ ദ റിക്വയർഡ് പ്രപ്പോർഷൻ ഓർ റിക്വയർഡ് റേഷ്യോ ഇൻ അക്കോർഡൻസ് വിത്ത് ദ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ എഞ്ചിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രപ്പോർഷനിൽ എയറും ഫ്യൂവലും മിക്സ് ചെയ്ത് ആ സ്യൂട്ടബിൾ പ്രപ്പോർഷനിൽ എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യാൻ കാർബറേറ്റർ നമുക്ക് സഹായകരമാണ്. ദെൻ ഫ്യൂവൽ സിസ്റ്റം ഫോർ പെട്രോൾ എഞ്ചിൻസ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എയർ ഉണ്ട്, എയർ ഫിൽറ്റർ ഉണ്ട്, ഇത് കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്യൂവൽ ടാങ്ക് ഉണ്ട്, ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ ഫിൽറ്ററിലൂടെ കടന്ന് ഫ്യൂവൽ പമ്പ് വഴിയായിരിക്കും കാർബറേറ്ററിലേക്ക് എത്തുക. ഇനി ഈ ടാങ്ക്, പെട്രോൾ ടാങ്ക് എന്ന് പറയുന്നത് മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ ഗ്രാവിറ്റി വഴി കാർബറേറ്ററിലേക്ക് പെട്രോൾ എത്തും. ഇനി അതല്ല, മറിച്ച് പെട്രോൾ ടാങ്ക് കുറച്ച് താഴെയൊക്കെയാണ് ഇരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കേസാണെങ്കിൽ അവിടെ നമ്മൾ ഫ്യൂവൽ പമ്പ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഫ്യൂവലിനെ കാർബറേറ്ററിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ ഫ്യൂവൽ ഫിൽറ്റർ യൂസ് ചെയ്യുന്ന ഫ്യൂവലിനകത്തുള്ള കരടുകൾ, മറ്റ് അതുപോലെ ഫോറിൻ പാർട്ടിക്കിൾസ്, അപ്പോൾ അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്യൂവൽ ഫിൽറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ഫിൽറ്റർ ചെയ്ത ഫ്യൂവലും ഫിൽറ്റർ ചെയ്ത എയറും കൂടെ കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നു. കാർബറേറ്റർ ഒരു സ്യൂട്ടബിൾ പ്രപ്പോർഷനിലേക്ക് അതിനെ മാറ്റിയിട്ട് എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ദെൻ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ പമ്പ്, ഫിൽറ്റർ, കാർബറേറ്റർ ആൻഡ് ഇൻലെറ്റ് മാനിഫോൾഡ്. ഫ്യൂവൽ ക്യാൻ ബി സപ്ലൈഡ് ടു ദ എഞ്ചിൻ എയ്തർ അണ്ടർ ഗ്രാവിറ്റി ഓർ യൂസിങ് പമ്പ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫ്യൂൽ ടാങ്ക് വളരെ മുകളിലാണെങ്കിൽ നമുക്ക് ഗ്രാവിറ്റി വഴി നേരെ കാർബറേറ്ററിലേക്ക് ഫ്യൂൽ എത്തിക്കാം. അങ്ങനെ അല്ലാത്തൊരു കേസിലും നമ്മൾ ഫ്യൂവൽ പമ്പ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനിയാണ് കാർബറേറ്റർ. അപ്പോൾ ഇതാണ് കാർബറേറ്ററുടെ ഒരു സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇതിനകത്തെ മെയിൻ കമ്പോണൻസ് നമുക്ക് പരിചയപ്പെടാം. ഈ കാണുന്നതാണ് ഫ്ലോട്ട് ചേംബർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫ്ലോട്ട് ചേംബറിൽ ഒരു ഫ്ലോട്ട് ഉണ്ട്. ആ ഫ്ലോട്ടിൽ ഈ കാണുന്ന രീതിയിൽ നമുക്കൊരു വാൽവുണ്ട്. ദെൻ ഫ്യൂവൽ നമുക്ക് വരുന്നത് ഈ കാണുന്ന ലൈനിൽ, ഇവിടെ നിന്നായിരിക്കും ഫ്യൂവൽ വരുന്നത്. ആ ഫ്യൂവൽ വന്ന് അത് സ്ട്രെയിനിലൂടെ കടന്നു വന്ന് നേരെ ഫ്ലോട്ട് ചേംബറിലേക്ക് വന്ന് വീഴുന്നു. ഓക്കെ, ഫ്ലോട്ട് ചേംബറിലേക്ക് വന്ന് വീഴുമ്പോൾ ഫ്ലോട്ട് പൊങ്ങുന്നു. ഫ്ലോട്ട് പൊങ്ങി എപ്പോഴും ഫ്ലോട്ട് ചേംബറിൽ നമുക്കൊരു പർട്ടിക്കുലർ ലെവലിൽ ഫ്യൂവൽ മെയിൻറ്റെയിൻ ചെയ്യണം.
അങ്ങനെ ആ ഒരു ലെവലായി കഴിയുമ്പോൾ ഫ്ലോട്ടിൻ്റെ ഈ ഒരു നീഡിൽ വന്ന് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുമ്പോൾ ഫ്യൂവൽ പിന്നീട് ഫ്ലോട്ട് ചേമ്പറിലേക്ക് വരാതെ നിൽക്കുന്നു. എപ്പോഴാണോ ഇനി ഈ ഫ്ലോട്ട് ചേമ്പറിനകത്തെ ഫ്യൂവലിൻ്റെ ലെവൽ താഴുന്നത്, അപ്പോൾ ഫ്ലോട്ട് താഴേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഓപ്പൺ ആകുന്നു. ഇവിടെ ഓപ്പൺ ആകുമ്പോൾ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ സ്ട്രെയിനർ വഴി ഫ്ലോട്ട് ചേമ്പറിലേക്ക് വന്ന് വീഴുന്നു. ഇനി അതോടൊപ്പം തന്നെ ഈ ഫ്യൂവൽ ടാങ്കിൽ ഇവിടെ നമുക്കൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ടുണ്ട് അറ്റ്മോസ്ഫിയറിലേക്ക്. കാരണം ഇതിനകത്തെ പ്രഷർ നമുക്ക് ആംബിയൻ്റ് പ്രഷറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് ഈ കാണുന്ന ഇതാണ് വെഞ്ചൂരി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഒരു ചെറിയ നമ്മൾ വെഞ്ചുരിമീറ്ററൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അത്തരത്തിൽ നമുക്ക് ഏരിയ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊവിഷനാണ്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് വെഞ്ചുരി. കാരണം അവിടെ നമ്മൾ ഏരിയ കുറച്ച് വെച്ചു. ബാക്കി എല്ലായിടത്തും ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഡയമീറ്റർ കുറച്ച് കുറയ്ക്കുന്നു. ഇനി ഈ ഒരു ഫ്ലോട്ട് ചേമ്പറിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലൊരു ഓറിഫേസ്, ഇപ്പോൾ ഇത്തരത്തിലൊരു കണക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂവലിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഫ്ലോട്ട് ചേമ്പറിൽ ഇതാണ്. ആ ലെവലിൽ തന്നെ ആയിരിക്കും ഈ കൊടുത്തിരിക്കുന്ന ഒരു കണക്ഷനിലും ആ ഒരു ലെവൽ വരെയായിരിക്കും ഫ്യൂവൽ ഉണ്ടാവുക. ദെൻ എങ്ങനെയാണ് വർക്കിംഗ് എന്നൊക്കെ ഉള്ളത് ആദ്യം പിന്നീട് പറയാം. ഇപ്പോൾ ജസ്റ്റ് പാർട്സ് ബൈ പാർട്സ് നമുക്ക് നോക്കാം. ദെൻ ഇവിടെ നമ്മൾ ത്രോട്ടിൽ വാൽവ് ഉണ്ടാകും. ഇതാണ് നമ്മുടെ ആക്സിലറേറ്റർ ചവിട്ടുമ്പോൾ മൂവ് ചെയ്യുന്ന ത്രോട്ടിൽ വാൽവ്. ഇതാണ് ചോക്ക് വാൽവ്. നമുക്കറിയാം നമ്മളിപ്പോൾ വണ്ടികളിലൊക്കെ ചോക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രൊവിഷനാണ് കൊടുത്തിരിക്കുന്ന വാൽവ്. പിന്നെ ഇവിടെ നമുക്ക് വേറെ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതിനെ നമ്മൾ ഐഡിലിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഈ സ്കൂട്ടറോ ബൈക്കോ ഒക്കെ ആണെങ്കിൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസിൽ നമ്മൾ ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്യും. കാരണം കൂടുതൽ ഫ്യൂൽ എയർ മിക്സ്ചർ ആ സമയത്ത് എൻജിനിലേക്ക് പോയി എൻജിൻ കൂടുതലൊന്ന് വാമപ്പ് ആയി എടുക്കും. ആ രീതിയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ ഐഡിലിംഗ് അറേഞ്ച്മെൻറ്റ് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ തന്നെ ചില അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഈ ഫ്യൂവൽ, അതായത് എൻജിൻ ജസ്റ്റ് ഓണായി നിൽക്കുന്നു അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻജിൻ മൂവ് ചെയ്യുന്നില്ലാത്തൊരു കേസിൽ, അതായത് ആക്സിലേറ്റർ നമ്മൾ കൊടുക്കാത്തൊരു കേസിൽ, അപ്പോൾ ആ എൻജിൻ്റെ ഒരു RPM നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു പ്രൊവിഷനാണ് ഐഡിലിംഗ് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഐഡിലിംഗ് അറേഞ്ച്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എൻജിൻ ഐഡിൽ കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ പോലും അത് റേസ് ആകുന്ന രീതിയിലേക്ക് വെക്കാം, അതല്ല നിന്ന് പോകുന്ന രീതിയിലേക്ക് വെക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് എൻജിൻ ഓഫ് ആകാത്ത രീതിയിൽ റൺ ചെയ്യുന്ന രീതിയിലേക്ക് വെക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൊവിഷനാണ് ഐഡിലിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് വർക്കിങ്? അപ്പോൾ നമ്മൾ എൻജിൻ വർക്ക് ചെയ്യുന്ന കേസിൽ എയർ ഇതുവഴി ഇങ്ങനെ ഫ്ലോ ചെയ്ത് ദെൻ ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടെ ദെൻ എൻജിനിലേക്ക് പോകുന്നു. അപ്പോൾ എയർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രൊവിഷനിൽ ഏരിയ കുറവാണ്. അപ്പോൾ ഏരിയ കുറവുള്ള പ്രൊവിഷനിൽ കൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ എയറിൻ്റെ വെലോസിറ്റി കൂടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബെർണോളീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ആ ഏരിയ കുറയുന്ന പോർഷനിൽ എയറിൻ്റെ വെലോസിറ്റി കൂടും. അപ്പോൾ ഈ പോർഷനിൽ എയറിൻ്റെ വെലോസിറ്റി കൂടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? പ്രഷർ കുറയും. അതായത് ഫ്ലോട്ട് ചേമ്പറിൽ എന്താണോ പ്രഷർ ഉള്ളത് ആ പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷറായിരിക്കും ഇവിടെ ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കാണുന്ന നോസിലിൽ നിന്ന് ഫ്യൂല് പുറത്തോട്ട് ചെറുതായിട്ട് സ്പ്രേ ആയി വരും, അല്ലെങ്കിൽ ഫ്യൂല് പുറത്തോട്ട് ജസ്റ്റ് പുറത്തോട്ട് വരും. കാരണം ആ ഒരു പ്രഷർ ഡിഫറൻസ് മൂലം ഫ്യൂല് ജമ്പ് ചെയ്യും. അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ അതെങ്ങോട്ടാണ് ജമ്പ് ചെയ്യുന്നത്? ഈ ഫ്ലോ ചെയ്യുന്ന എയർ സ്ട്രീമിലേക്കാണ് ഫ്യൂല് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ എയറുമായിട്ട് ഫ്യൂല് മിക്സായി അതൊരു വേപ്പർ ഫോമിലേക്ക് ഫ്യൂൽ അങ്ങ് മാറി എയറുമായിട്ട് മിക്സ് ചെയ്ത് ആ എയർ ഫ്യൂവൽ മിക്സ്ചറായിട്ട് എൻജിനിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പ്രൊവിഷൻ, അപ്പോൾ ഈ ഒരു പ്രൊവിഷനിൽ നമ്മൾ ഫ്യൂവലിൻ്റെ ലെവൽ വർക്ക് ചെയ്യാത്ത കേസിൽ ഫ്യൂവലിൻ്റെ ലെവലും ഫ്ലോട്ട് ചേമ്പർ ലെവലും ഇതായിരിക്കും. പിന്നീട് നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതാണ് ഇസഡ് എന്ന് പറയുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവല് ഫ്ലോ ചെയ്ത് പുറത്തേക്ക് പോകാതിരിക്കാനാണ്. അപ്പോൾ എൻജിൻ വർക്ക് ചെയ്യുന്ന കേസിൽ മാത്രമേ ഇവിടെ ഒരു പ്രഷർ ഡിക്രീസ് ചെയ്യത്തുള്ളൂ. ദെൻ ഫ്ലോട്ട് ചേമ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് പ്രഷർ ഡിഫറൻസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മാത്രമേ ഈ ഹൈറ്റിലേക്ക് പെട്രോൾ കയറി വന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ നോർമലായിട്ട് എൻജിൻ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഇത്തരത്തിൽ എയർ
ഈ എത്രത്തിൽ ഫ്യൂൽ പുറത്തേക്ക് വന്ന് എൻജിനിൽ ഫില്ലാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹൈറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കാർബറേറ്ററിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രൊവിഷനിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന എയറിൻ്റെ സ്പീഡ് കൂടുകയാണെങ്കിൽ അതനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് കൂടും. ആ പ്രഷർ ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് കൂടുതൽ ഫ്യൂലായിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കൂടുതൽ ഫ്യൂൽ എയറുമായിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ആ എയർ ഫ്യൂൽ മിക്സ്ചർ കൂടുതൽ റിച്ചായി മാറുന്നു. അങ്ങനെ റിച്ചായി മാറി അത് എൻജിനിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആ എൻജിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ ആ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ആക്സിലേറ്റർ ചവിട്ടുമ്പം കൂടുതൽ ഫ്യൂൽ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ കൂടുതൽ ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ അപ്പോൾ അതനുസരിച്ച് ചോക്ക് കൂടുതൽ ഈ ത്രോട്ടിൽ വാൽവ് കൂടുതൽ മാറുന്നു. ത്രോട്ടിൽ വാൽവ് മാറുന്നതനുസരിച്ച് കൂടുതൽ എയർ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ അതനുസരിച്ച് ഇവിടെയുള്ള വെലോസിറ്റി, ഇവിടെയുള്ള പ്രഷർ വീണ്ടും താഴുന്നു. അങ്ങനെ പ്രഷർ താഴുമ്പോൾ ആ പ്രഷർ ഡിഫറൻസ് കൂടുന്ന മൂലം കൂടുതൽ ഫ്യൂല് ഈ എയറിലേക്ക് വരികയും അത്തരത്തിൽ ആ എയർ ഫ്യൂൽ മിക്സ്ചർ റിച്ചായി മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ത്രോട്ടിൽ വാൽവാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആ എയറിലേക്ക് വരേണ്ട ഫ്യൂലിൻ്റെ എമൗണ്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ത്രോട്ടിൽ വാൽവിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും? നമ്മൾ ആക്സിലേറ്റർ ഒരു കേബിൾ വഴി ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മെക്കാനിസം ഉപയോഗിച്ച് നമ്മൾ ആക്സിലേറ്റർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ ത്രോട്ടിൽ വാൽവാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ത്രോട്ടിൽ വാൽവ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന എയർ അതിന് മാറ്റം ഉണ്ടാകുന്നു. കൂടുതൽ എയറിലേക്കൂടെ ഫ്ലോ ചെയ്യുന്നൊരവസ്ഥ വരുമ്പോൾ ഇവിടുത്തെ പ്രഷറിൽ വ്യത്യാസം വരാം. അത്തരത്തിൽ വ്യത്യാസം വരുമ്പോൾ പ്രഷർ ഡിഫറൻസ് കൂടുന്തോറും ഈ എയറിലേക്ക് വീഴുന്ന ഫ്യൂലിൻ്റെ എമൗണ്ടും കൂടുന്നു. അപ്പോൾ അത്തരത്തിൽ ലോഡ് അനുസരിച്ച് നമുക്ക് വേണ്ട ഫ്യൂവൽ എയർ റേഷ്യോ ചേഞ്ച് ചെയ്യാൻ ഇതുവഴി കാർബറേറ്റർ വഴി സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഐഡലിംഗ് അറേഞ്ച്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. എൻജിൻ ഐഡിൽ ആയിരിക്കുന്ന കണ്ടീഷന് എന്തുമാത്രം പ്രപ്പോർഷനിലായിരിക്കണം ഫ്യൂലും എയറും പോകേണ്ടത്, അത് നമുക്ക് ഇതുവഴി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. A carburetor must produce automatically the desired air-fuel ratio at all speeds and loads. അപ്പോൾ എല്ലാ സ്പീഡിലും എല്ലാ ലോഡിലും നമുക്ക് കറക്റ്റ് എയർ ഫ്യൂൽ റേഷ്യോ ഓട്ടോമാറ്റിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കാർബറേറ്റർ വഴി സാധിക്കുന്നു. ത്രോട്ടിൽ വാൽവ് കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് എയർ ഫ്യൂൽ മിക്സ്ചർ ഡെലിവേർഡ് ടു ദ എൻജിൻ. അപ്പോൾ ഈ ത്രോട്ടിൽ വാൽവാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആക്സിലേറ്റർ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ത്രോട്ടിൽ വാൽവിനെയാണ്. അപ്പോൾ ത്രോട്ടിൽ വാൽവ് അത് എത്രത്തോളം ഓപ്പൺ ആയിരിക്കുന്നു, എത്രത്തോളം ക്ലോസ് ആയിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും എൻജിനിലേക്ക് വരുന്ന ഫ്യൂൽ എയർ മിക്സ്ചറിൻ്റെ ആ ഒരു റേഷ്യോ മാറുന്നത്. ത്രോട്ടിൽ വാൽവ് കൂടുതൽ ഓപ്പൺ ആണെങ്കിൽ കൂടുതൽ എയർ ആയിരിക്കും ഇതുവഴി പോകുന്നത്. അപ്പോൾ അവിടെ റിച്ച് ആയിട്ടുള്ള ഒരു മിക്സ്ചർ ആയിരിക്കും എൻജിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ത്രോട്ടിൽ വാൽവ് അടഞ്ഞാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ പാർഷ്യലി ക്ലോസ്ഡ് എന്ന രീതിയിലാകുമ്പോൾ അതനുസരിച്ചുള്ള ഒരു ഫ്യൂൽ എയർ റേഷ്യോ ആയിരിക്കും വരിക. The throttle valve controls the amount of air-fuel mixture delivered to the engine. The diameter of the venturi tube surrounding the tip of the fuel nozzle is reduced. അപ്പോൾ ഫ്യൂൽ നോസിലിനോട് ചേർന്നിട്ടുള്ള ഇത്രയും പോർഷനിലെ ഏരിയ നമ്മൾ കുറച്ചു. അതിന് കാരണം എന്താണ്? ഏരിയ കുറയുന്നിടത്താണ് വെലോസിറ്റി കൂടുന്നതും പ്രഷർ കുറയുന്നതും. അങ്ങനെ പ്രഷർ കുറഞ്ഞാലേ ഈ ഫ്ലോട്ട് ചേമ്പറിലുള്ള ഫ്യൂല് ഇവിടുന്ന് ജസ്റ്റ് മുകളിലേക്ക് വന്ന് എയറിലേക്ക് വീഴത്തുള്ളൂ. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ അത്തരത്തിൽ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് വിൽ ഇൻക്രീസ് ദ വെലോസിറ്റി ഓഫ് എയർ അറ്റ് ദ ത്രോട്ട് ആൻഡ് റെഡ്യൂസസ് ദ പ്രഷർ. ദ പ്രഷർ ബിറ്റ്വീൻ ദ ത്രോട്ട് ആൻഡ് ഫ്ലോട്ട് ചേമ്പർ ഫ്യൂൽ വിൽ ഫ്ലോ ഇൻ ടു ദ എയർ സ്ട്രീം അറ്റ് ദ വെഞ്ചുറി ത്രോട്ട് ആൻഡ് ഗെറ്റ്സ് വേപ്പറൈസ്ഡ്. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ ഫ്യൂൽ ഇവിടുന്ന് മുകളിലേക്ക് വരുന്നു. അപ്പോൾ ഫ്ലോ ചെയ്യുന്ന എയറിലേക്കാണ് ഈ ഫ്യൂൽ വന്ന് വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂൽ വേപ്പറൈസ്ഡായി എയറിന് കൂടെ മിക്സ് ആവുന്നു. ദെൻ ഫ്യൂവൽ സിസ്റ്റം ഫോർ ഡീസൽ എൻജിൻ. ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ്റെ ഫ്യൂൽ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ടുള്ളൊരു പാർട്ടാണ് കാർബറേറ്റർ. ഇനി ഒരു ഡീസൽ എഞ്ചിനെ സംബന്ധിച്ച് നമ്മൾ ഫ്യൂവൽ അവിടെ സ്പ്രേ ചെയ്യുവാണ്. അപ്പോൾ അവിടെ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇഞ്ചക്ടറാണ്. അപ്പോൾ അവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു കമ്പോണൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറയുന്ന ഒന്നാണ്. ദെൻ ആ ഫ്യൂൽ ഇഞ്ചക്ടറിന് വേണ്ടി
ഫ്യൂവലിനെ ഹൈ പ്രഷറിൽ സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് ഫ്യൂവൽ പമ്പ് അല്ലെങ്കിൽ ഇഞ്ചക്ടർ പമ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എയർ നമ്മൾ എയർ ഫിൽറ്ററിലൂടെയൊക്കെ കടന്നു വന്ന് എഞ്ചിനിലേക്ക് ഡയറക്റ്റ് സപ്ലൈ ചെയ്യുന്നു. എയറും ഫ്യൂലുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല. ദെൻ എക്സോസ്റ്റ് ഗ്യാസ് നമ്മൾ കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതൊക്കെ നമ്മൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. അതുവഴി കിടന്ന് സൈലൻസർ വഴി പുറത്തേക്ക് പോകുന്നു. ഇനി ഫ്യൂവലിൻ്റെ കേസ് എടുക്കുവാണ്. ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ പമ്പ് വഴി ഫ്യൂവൽ ഫിൽറ്റർ വഴി നമ്മൾ അടുത്ത ഒരു പമ്പിലേക്ക്, ഒരു ഇഞ്ചക്ടർ പമ്പുണ്ട്, ആ പമ്പിലേക്ക് എടുക്കുന്നു. ഈ ഇഞ്ചക്ടർ പമ്പ് എന്ത് ചെയ്യുന്നു? ഹൈ പ്രഷറിലേക്ക് ഫ്യൂവലിനെ മാറ്റിയിട്ട് ഇഞ്ചക്ടറിലേക്ക് ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുന്നു. ഇഞ്ചക്ടർ എന്ത് ചെയ്യുന്നു? ആ ഫ്യൂവലിനെ വളരെ 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 ഫൈനായിട്ടുള്ളൊരു സ്പ്രേ ഫോമിലേക്ക് മാറ്റി എൻജിനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, the fuel supply system for a diesel engine consists of a fuel storage tank, fuel filter, a low pressure pump, high pressure fuel pump and a fuel injector. ഇപ്പോൾ ലോ പ്രഷർ പമ്പ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂൽ ടാങ്ക് കുറച്ച് താഴെയാണ്, അല്ലെങ്കിൽ മുകളിലല്ല എങ്കിൽ ഗ്രാവിറ്റി വഴി ഫ്ലോ ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കേസിലാണ് ലോ പ്രഷർ ഫ്യൂൽ പമ്പ് യൂസ് ചെയ്യുന്നത്. ഹൈ പ്രഷർ ഫ്യൂൽ പമ്പിൻ്റെ മെയിൻ ഉദ്ദേശം ഈ ഇഞ്ചക്ടറിലേക്ക് ഹൈ പ്രഷറിൽ ഫ്യൂലിനെ സപ്ലൈ ചെയ്യുക എന്നതാണ് ഉദ്ദേശം. ഓക്കെ, ദെൻ ലാസ്റ്റ് ഫ്യൂൽ ഇഞ്ചക്ടർ എന്ത് ചെയ്യുന്നു? ആ ഫ്യൂൽ ഇഞ്ചക്ടറിൽ നിന്ന് വരുന്ന ഹൈ പ്രഷർ ഫ്യൂവലിനെ വളരെ ഫൈനായിട്ടുള്ള സ്പ്രേ ആയിട്ട് എൻജിനിലേക്ക് സ്പ്രേ ചെയ്യിക്കുന്നു. ദ മെയിൻ പാർട്സ് ഓഫ് ദി സിസ്റ്റം ആർ ഫ്യൂവൽ പമ്പ് ആൻഡ് ഫ്യൂൽ ഇഞ്ചക്ടർ. അപ്പോൾ ഒരു ഡീസൽ എഞ്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പാർട്ടുകളാണ് ഫ്യൂൽ ഇഞ്ചക്ടറും ഫ്യൂവൽ പമ്പും. The fuel is supplied at a very high pressure from the fuel pump to the fuel injector. അപ്പോൾ ഫ്യൂവൽ പമ്പ് വളരെ ഹൈ പ്രഷറിലേക്ക് ഫ്യൂവലിനെ മാറ്റിയിട്ട് ഫ്യൂൽ ഇഞ്ചക്ടറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ആൻഡ് ഈസ് ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ എൻജിൻ സിലിണ്ടർ ടുവാർഡ്സ് ദ എൻഡ് ഓഫ് കംപ്രഷൻ സ്ട്രോക്ക്. എന്നിട്ട് ഈ ഫ്യൂൽ ഇഞ്ചക്ടറിൽ നിന്ന് അത് കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിൽ എൻജിനിലേക്ക് സ്പ്രേ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഫ്യൂവൽ പമ്പിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഏകദേശം ഇങ്ങനെ വരും. ദെൻ ഇതാണ് ഇഞ്ചക്ടർ. അപ്പോൾ ഇത്തരത്തിൽ ഹൈ പ്രഷറിലേക്ക് ഫ്യൂവലിനെ മാറ്റിയിട്ട് ആ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി എൻജിനിലേക്ക് വരുന്നു. അപ്പോൾ അത് അറേഞ്ച്മെൻ്റ് ഉള്ള ഫ്യൂവൽ പമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. ഇനി നമ്മൾ അടുത്ത് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നു കൂളിംഗ് സിസ്റ്റമാണ്. ഓക്കെ, അതായത് എൻജിൻ എങ്ങനെ കൂൾ ചെയ്യുന്നു. അപ്പോൾ അതിന് രണ്ട് മാർഗ്ഗങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് എയർ കൂളിങ് അല്ലെങ്കിൽ ലിക്വിഡ് കൂളിങ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ എയർ കൂൾഡ് ആയിട്ടുള്ള എൻജിൻസാണ്. അപ്പോൾ കൂളിങ്ങിന് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, എയർ കൂളിങ്, ലിക്വിഡ് കൂളിങ്. അപ്പോൾ എയർ കൂളിങ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കപ്പാസിറ്റി കുറഞ്ഞ എൻജിൻസിലാണ് എയർ കൂളിങ് ചെയ്യുന്നത്. ഇപ്പോൾ കാർ എടുക്കുകയാണെങ്കിൽ, ലോറി എടുക്കുകയാണെങ്കിൽ, അതിൽ കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടിയ എൻജിനിൽ നമ്മളെപ്പോഴും ഒരു കൂളൻ്റ് യൂസ് ചെയ്യും. ഇനി അതല്ല, ബൈക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ബൈക്കിലൊക്കെ എൻജിൻ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതായത് ഈ എൻജിൻ്റെ സിലിണ്ടറും ഹെഡിലും ഒക്കെ ഇതുപോലെ ഒരു ഫിൻ ഷേപ്പിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? എയർ ഈ ഒരു ഫിന്നിനിടയിൽ കൂടെയൊക്കെ പോയി മാക്സിമം എൻജിൻ്റെ ഹീറ്റ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ആ എൻജിൻ്റെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ മാക്സിമം കൂട്ടാൻ വേണ്ടി ഉള്ളൊരു പ്രൊവിഷനാണ് ഇത്തരത്തിൽ ഫിന്നുകൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ചായ എടുത്ത് ആ ചായ ഒന്ന് ചൂട് ചായയാണ്, അത് തണുപ്പിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തണുത്ത് കിട്ടും. കാരണം അവിടെ ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ട ഏരിയ കൂടുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ എൻജിനിൽ നിന്നുള്ള ഹീറ്റ് ഇവിടെ എയർ കൂളിംഗ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ആ പോകുമ്പോൾ ആ ഹീറ്റ് ഏരിയ കൂടുകയാണെങ്കിൽ അത്രയും എമൗണ്ട് ഹീറ്റ് കളയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൻ്റെ ഏരിയ കൂട്ടാൻ വേണ്ടി, ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എൻജിൻ്റെ സിലിണ്ടറും എൻജിൻ്റെ ഹെഡും ഒക്കെ നമ്മൾ ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യുന്നത്, ഒരു ഫിൻ ഷേപ്പിൽ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എയർ ഈ ഹീറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള എൻജിൻസ് എന്ന് പറയുന്നത് എയർ കൂൾഡ് എൻജിൻസ് ആയിരിക്കും. കാരണം അവിടെ എയർ യൂസ് ചെയ്തുകൊണ്ടാണ് കൂൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂട്ടാൻ വേണ്ടി, നമ്മൾ ആ ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ കൂട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഫിൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എൻജിൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്റി കുറഞ്ഞ എൻജിൻസുകളായിരിക്കും. നമ്മൾ ബൈക്കിലൊക്കെ യൂസ് ചെയ്യുന്ന എൻജിനാകുമ്പോൾ ഇത്തരത്തിൽ ഫിൻസ് ഉണ്ടാകും, അത് എയർ കൂൾഡ് എൻജിനാകും.
ഇനി അതല്ല പെർഫോമൻസ് കൂടിയ എഞ്ചിനുകളാണെങ്കിൽ, ഹൈ ഔട്ട്പുട്ട് തരുന്ന എൻജിൻസൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വളരെ ടോർക്കി ആയിട്ടുള്ള എൻജിൻസൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ഇത്തരത്തിൽ എയർ കൂളിംഗ് സഫീഷ്യൻ്റ് ആയിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ലിക്വിഡ് കൂളിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ദ പർപ്പസ് ഓഫ് ദ കൂളിംഗ് സിസ്റ്റം ഈസ് ടു കീപ് ദ എൻജിൻ പാർട്സ് ഫ്രം ഗെറ്റിംഗ് ടു ഹോട്ട് ആൻഡ് നോട്ട് ടു കീപ് ദ എൻജിൻ പാർട്സ് കൂൾ. അപ്പോൾ നമ്മൾ എയർ കൂളിംഗ് ആയാലും ലിക്വിഡ് കൂളിംഗ് ആയാലും അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻജിൻ്റെ ഓരോ പാർട്സുകളും വിസ്റ്റാൻഡ് ചെയ്യാവുന്ന ഒരു ടെമ്പറേച്ചർ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതിന് മുകളിലേക്ക് ടെമ്പറേച്ചർ പോകാതെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക, ആ ഒരു ഉദ്ദേശത്തോടെയാണ് കൂളിംഗ്. അല്ലാതെ എൻജിനെയും പാർട്സിനെയും കംപ്ലീറ്റ് ആയിട്ട് തണുപ്പിച്ച് വെക്കുക എന്നൊരു ഉദ്ദേശമല്ല. ഒരു ടെമ്പറേച്ചർ ലിമിറ്റിൽ ഈ എൻജിനും എൻജിൻ പാർട്സും മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഈ കമ്പസ്റ്റൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക. നമുക്ക് തന്നെ അറിയാം, ഒരു എൻജിൻ്റെ RPM 6000, 7000, 10000, 20000 എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും RPM, ഹൈ RPM വർക്ക് ചെയ്യുമ്പോൾ ഈ 4 സ്ട്രോക്ക്, 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ 4 സ്ട്രോക്കിലും വളരെ വളരെ സ്പീഡിലായിരിക്കും നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്ട്രോക്കിൽ പവർ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പവർ ഔട്ട്പുട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും തോറും ഹീറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഹീറ്റിൽ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ എൻജിൻ പാർട്സിനെ നശിപ്പിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാതെ എൻജിനെ കംപ്ലീറ്റ് ആയിട്ട് കൂൾ ചെയ്ത് വെക്കുക എന്നൊരു ഉദ്ദേശം അല്ല. അപ്പോൾ എയർ കൂൾഡ് എൻജിൻസിൽ നമ്മൾ ഇത്തരത്തിൽ ഫിൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ മാക്സിമൈസ് ചെയ്യുന്നു. ഓക്കെ, ഈ കാണുന്ന ഒരു എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു എൻജിനാണ്. എ കറണ്ട് ഓഫ് എയർ ഫ്ലോയിങ് കണ്ടിന്യൂസ്ലി ഓവർ ദ ഹീറ്റഡ് സർഫസ് ഫ്രം വെയർ ദ ഹീറ്റ് ഈസ് ടു ബി റിമൂവ്ഡ്. ഫിൻസ് ആർ പ്രൊവൈഡഡ് ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ സിലിണ്ടർ ആൻഡ് സിലിണ്ടർ ഹെഡ് ടു ഇൻക്രീസ് ദ ഏരിയ എക്സ്പോസ് ടു ദ കൂളിംഗ് എയർ. അപ്പോൾ ഇത്തരത്തിൽ ഫിൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യിക്കുന്നു. ദെൻ അടുത്തതാണ് ലിക്വിഡ് കൂൾഡ് എൻജിൻസ്. അപ്പോൾ നമ്മളിവിടെ ഈ കാണുന്ന എയർ കൂൾഡ് എൻജിനാണ്. ദെൻ ഇതാണ് ഒരു ലിക്വിഡ് കൂൾഡ് എൻജിൻ. വ്യത്യാസം എന്താണ്? ഇത്തരത്തിൽ ഫിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഒരു എൻജിനുണ്ടെങ്കിൽ ആ എൻജിൻ്റെ സൈഡിലായിട്ട്, ഇതാണ് ഒരു എൻജിനെങ്കിലും ആ എൻജിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇത്തരത്തിൽ കൂളിങ്ങിന് വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാകും. അപ്പോൾ അതിലൂടെ കൂളൻ്റ് മൂവ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് കൂളൻ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് എപ്പോഴും എൻജിനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. ഇനി അതല്ല, ഒരുപാട് എൻജിനുകളുള്ള ഒരു ബ്ലോക്ക് ആണെങ്കിൽ, നമ്മൾ ഓൾറെഡി എൻജിൻ ബ്ലോക്ക് കണ്ടുകൊണ്ട് അതിനിടയ്ക്ക് ഇത്തരത്തിൽ കൂളൻ്റ് മൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒക്കെ കൊടുക്കും. ഇതിപ്പോൾ ഒരു എൻജിനാണ്, എൻജിൻ 1 അല്ലെങ്കിൽ സിലിണ്ടർ 1, സിലിണ്ടർ 2 ആണെങ്കിൽ അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ പ്രൊവിഷൻസ് കൊടുക്കും കൂളൻ്റ് ഫ്ലോ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടെ പെർഫോമൻസ് കൂടിയ എൻജിനുകൾ അല്ലെങ്കിൽ കൂടുതൽ കപ്പാസിറ്റി ഉള്ള എൻജിൻസ്, ഇപ്പം സിംഗിൾ സിലിണ്ടറിൽ നിന്ന് ട്വിൻ സിലിണ്ടറിലേക്കോ അല്ലെങ്കിൽ 4 സിലിണ്ടറിലേക്കോ ഒക്കെ മാറുന്ന കേസിൽ അവിടെ കപ്പാസിറ്റി കൂടുക. അപ്പോൾ അതനുസരിച്ച് അവിടെ നമ്മൾ എയർ കൂളിംഗ് സഫീഷ്യൻ്റ് ആയി വരില്ല. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ ലിക്വിഡ് കൂളിംഗ് യൂസ് ചെയ്യുക. അപ്പോൾ ലിക്വിഡ് കൂൾഡ് എൻജിൻസിൽ നമ്മൾ ഇതുപോലെ ഒരു റേഡിയേറ്റർ ഉണ്ടാകും. ഇപ്പോൾ ബൈക്കിൻ്റെയൊക്കെ കേസിലാണ് ഇത്തരത്തിൽ റേഡിയേറ്റർ ഉണ്ടാകും. ഈ കാണുന്ന റേഡിയേറ്റർ, ഇവിടെ നമുക്ക് റേഡിയേറ്റർ ഉണ്ടാകും. അപ്പോൾ എന്താണ് റേഡിയേറ്ററിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാകും. അതായത് ഈ കാണുന്നൊരു എൻജിനാണ്, ഇതൊരു 4 സിലിണ്ടർ എൻജിനാണ്. അപ്പോൾ നമ്മൾ എൻജിനിലൂടെ കൂളൻ്റ് സപ്ലൈ ചെയ്തു, എൻജിനിലെ ഹീറ്റ് എല്ലാം എടുത്തുകൊണ്ട് ഈ കൂളൻ്റ് ഇത്തരത്തിൽ വന്ന് ഇത് ഈ അപ്പർ ടാങ്കിൽ വന്ന് ഫില്ലാവുന്നു. ഓക്കെ, ദെൻ അപ്പർ ടാങ്കിൽ നിന്ന് ഈ കാണുന്നതാണ് റേഡിയേറ്റർ ട്യൂബ്സിലൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ എൻജിൻ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ മൂവ് ചെയ്യുന്ന കേസാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എയർ ഈ റേഡിയേറ്റർ ട്യൂബ്സിൽ കൂടെ കടന്നു പോകുന്നു. റേഡിയേറ്റർ ട്യൂബ്സിൽ കൂടെ എയർ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ട്യൂബിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഹോട്ടായിട്ടുള്ള കൂളൻ്റ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്, ആ ഒരു ലിക്വിഡ് എന്താണോ ആ ലിക്വിഡിനെ തണുപ്പിക്കുന്നു. അങ്ങനെ തണുപ്പിച്ച ലിക്വിഡായിരിക്കും ലോവർ ടാങ്കിൽ വരുന്നത്. അത് പിന്നീട് നമ്മളൊരു പമ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എഗെയിൻ എൻജിനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് റേഡിയേറ്ററിൻ്റെ വർക്കിംഗ് സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം കൂളൻ്റായിട്ട്. അപ്പോൾ പുതിയ എൻജിനിലൊക്കെ നമ്മൾ വാട്ടറിന് പകരം മറ്റു കൂളൻസ് ആയിരിക്കും യൂസ് ചെയ്യുക.
അപ്പോൾ എനിവേ എഞ്ചിനിൽ നിന്ന് വരുന്ന ഹോട്ടായിട്ടുള്ള ആ ഒരു ലിക്വിഡ് എഞ്ചിനിൽ നിന്ന് നേരെ അപ്പർ ടാങ്കിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അപ്പർ ടാങ്കിൽ നിന്ന് റേഡിയേറ്റർ ട്യൂബ്സ് വഴി താഴോട്ട് വരുന്നു. അപ്പോൾ റേഡിയേറ്റർ ട്യൂബ്സിൽ കൂടെ എയർ ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ ആ എയർ ഫ്ലോ ചെയ്യുമ്പോൾ ആ ട്യൂബിൽ കൂടെ ഒഴുകുന്ന കൂളൻ്റെ ഹീറ്റ് ഈ എയർ കൊണ്ടുപോകുന്നു. അങ്ങനെ ആ ഒരു കൂളൻ്റ് തണുക്കുന്നു. തണുത്ത കൂളൻ്റ് അഗെയിൻ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എൻജിൻ ബ്ലോക്കിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇനി ഒരു ഓട്ടോമൊബൈൽ നിർത്തിയിട്ടിരിക്കുന്ന കേസ്, നമുക്കറിയാം കാറൊക്കെ നിർത്തിയിരിക്കുന്ന കേസിലായിരിക്കും ഫാൻ റൺ ചെയ്യുന്ന ഒച്ച നമ്മൾ കേൾക്കുന്നത്, ഫാൻ കറങ്ങുന്ന ഒച്ച കേൾക്കുന്നത്. കാരണം ആ സമയത്ത് എയർ ഫ്ലോ ഇല്ല. അപ്പോൾ എയർ ഫ്ലോ ഇല്ലാത്ത സമയത്ത് നമുക്ക് റേഡിയേറ്റർ ട്യൂബിൽ കൂടെ കടന്നു പോകാൻ എയർ ഇല്ല. അപ്പോൾ ആ സമയത്ത് ഫാൻ ഓണായി ഫാൻ ഈ എയറിനെ റേഡിയേറ്റർ ട്യൂബ്സിൽ കൂടെ കടത്തി വിടുന്നു. അങ്ങനെ റേഡിയേറ്റർ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ റേഡിയേറ്റർ യൂസ് ചെയ്തുകൊണ്ട് കൂളൻറ്റിനെ തണുപ്പിക്കുന്നു. ദെൻ അഗെയിൻ കൂളൻ്റ് എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. എഞ്ചിനിൽ നിന്ന് വീണ്ടും ഹീറ്റ് എടുത്തുകൊണ്ട് കൂളൻ്റ് റേഡിയേറ്ററിലേക്ക് വരുന്നു, തണുക്കുന്നു. അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ റേഡിയേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം റേഡിയേറ്ററാണ് ഈ എഞ്ചിനിൽ നിന്ന് വരുന്ന ഹോട്ടായിട്ടുള്ള കൂളൻ്റെ ഹീറ്റ് കളയുന്ന ഡിവൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ എഞ്ചിനിൽ നിന്ന് വരുന്ന ഹോട്ടായിട്ടുള്ള ഫ്ലൂയിഡ് ഇത്തരത്തിൽ കണ്ടു ഈ അപ്പർ ടാങ്കിലേക്ക് വരുന്നു. ദെൻ അവിടുന്ന് ഈ കാണുന്ന റേഡിയേറ്റർ ട്യൂബ്സിൽ കൂടെ ഫ്ലോ ചെയ്ത് കൂളായി ദെൻ അതിനുശേഷം ലോവർ ഹോസിൽ കൂടെ പമ്പ് വഴി നമ്മൾ വീണ്ടും എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മളെപ്പോഴും കാറൊക്കെ എടുക്കുവാണെങ്കിൽ കാറിൻ്റെ ഫ്രണ്ടിൽ ഈ റേഡിയേറ്റർ ഗ്രില്ല് വെക്കാനുള്ള കാരണം കാറ് മുന്നോട്ട് നീങ്ങുമ്പോൾ എയർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു റേഡിയേറ്റർ ട്യൂബ്സിൽ കൂടെ ഫ്ലോ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് അവിടെ വീണ്ടും എക്സ്റ്റേണലായിട്ട് ഫാൻ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഫാൻ എപ്പോഴാണ് ഓപ്പറേറ്റ് ആകുന്ന വണ്ടി നിർത്തി സ്റ്റില്ലായിരിക്കുന്ന ഐഡിയലായിട്ട് റൺ ചെയ്യുന്ന കേസിലാണ് നമുക്ക് ഫാൻ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. കൂളൻ്റ് ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ എൻജിൻ ജാക്കറ്റ് ഫ്ലോസ് ഇൻ ടു എ റേഡിയേറ്റർ. ഇൻ ദ റേഡിയേറ്റർ ദ ഹീറ്റഡ് വാട്ടർ, ഇവിടെ വാട്ടർ എക്സാമ്പിളായിട്ട് പറയുന്നു. ദ ഹീറ്റഡ് വാട്ടർ ഗെറ്റ്സ് കൂൾഡ് ബൈ ആൻ എയർ ഫ്ലോ caused by the forward motion of the automobile. To increase the heat transfer area, the radiator tubes are provided with fins. അപ്പോൾ നമ്മൾ റേഡിയേറ്റർ ട്യൂബ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ട്യൂബ് മാത്രമല്ല, ഇത്തരത്തിൽ ഫിൻസ് ഉണ്ടാകും. അതായത് ഇപ്പോൾ ഇതൊരു ട്യൂബാണ് എന്ന് കരുതുക, 4 ട്യൂബുണ്ട്. അവിടെ നമ്മൾ ഇത്തരത്തിൽ ഓരോ ഫിന്നുകൾ പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ് ഫിൻസ്? നമ്മൾ ബൈക്കിൻ്റെ എയർ കൂളിംഗ് കേസിൽ പറഞ്ഞപ്പോൾ തന്നെ ആ ഹീറ്റ് ട്രാൻസ്ഫർ കൂട്ടാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിൽ ഫിൻസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഫിൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫിൻസ് ഉണ്ടാകും, ഉണ്ടോ? ഫിൻസ് ഉണ്ടാകും. Then a fan is provided to establish forced circulation of air over the radiator tubes with increase the heat transfer area. ഇപ്പോൾ ഇനി ഈ ഫ്ലോ ചെയ്യുന്ന എയർ സഫീഷ്യൻ്റ് അല്ലാത്തൊരു കേസ് വരുവാണെങ്കിൽ അവിടെ നമ്മൾ ഫാൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള സർക്കുലേഷനിലൂടെ എയറിനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് റേഡിയേറ്റർ ട്യൂബിൽ കൂടെ കടത്തിവിട്ട് അങ്ങനെ റേഡിയേറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നു. ദെൻ അടുത്തതാണ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം. ഒരു എൻജിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോവുക. നമുക്കറിയാം ലൂബ്രിക്കേഷൻ എന്തിനാണ്? ഫ്രിക്ഷൻ മിനിമൈസ് ചെയ്യുക. ഒന്നാമത്തെ ഡ്യൂട്ടി ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അതാണ്. രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹീറ്റ്. ഇപ്പോൾ എഞ്ചിനിൽ ഏതെങ്കിലുമൊക്കെ സെക്ഷനിൽ ഓവർ ഹീറ്റ് ഉണ്ടെങ്കിൽ അത്തരത്തിൽ അവിടെ ഒരു കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലൂബ്രിക്കേഷൻ എന്തെങ്കിലും രീതിയിൽ എഞ്ചിൻ്റെ പാർട്സിൽ എവിടെയെങ്കിലും തരികളോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തതിലുള്ള എന്തെങ്കിലും ചെറിയ ചിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുന്നതിനും ഇത്തരത്തിൽ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം ആർ എംപ്ലോയ്ഡ് ടു പ്രൊവൈഡ് എഫിഷ്യൻറ്റ് ലൂബ്രിക്കേഷൻ ഫോർ ദ ഇൻറ്റേർണൽ മൂവിങ് പാർട്സ്. ഓക്കെ, നമുക്ക് ലൂബ്രിക്കേഷൻ കൊടുക്കണം, ഇല്ലെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകും, അവിടെ മൂവ്മെൻറ്റ് നടക്കത്തില്ല. അപ്പോൾ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ ഹീറ്റൊക്കെ റിമൂവ് ചെയ്ത് കൊണ്ടുപോകാനും പ്രോപ്പറായിട്ടൊരു ലൂബ്രിക്കേഷൻ കൊടുക്കാനുമാണ് നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് യൂസ് ചെയ്യുക. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് ലൂബ്രിക്കേഷൻ നടത്താം? 3 മാർഗങ്ങളുണ്ട്. മിസ്റ്റ് ലൂബ്രിക്കേഷൻ, സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ, പ്രഷർ ഫീഡ് ലൂബ്രിക്കേഷൻ. അതിൽ മിസ്റ്റ് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് 2 സ്ട്രോക്ക് എഞ്ചിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ്. അതായത് 2 സ്ട്രോക്ക് എഞ്ചിനിലൊക്കെ
പണ്ടത്തെ ബജാജോ അതുപോലെ യമഹയുടെ RX-100 RX-135 ഒക്കെ ആണെങ്കിൽ നമ്മൾ പെട്രോളും ഓയിലും കൂടെ മിക്സ് ചെയ്താണ് എഞ്ചിനിലേക്ക് നമ്മൾ ഒഴിക്കുന്നത്. എഞ്ചിനിലേക്കല്ല, നമ്മൾ ഫ്യൂവൽ ടാങ്കിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഈ പെട്രോളും ഓയിലും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിക്സ്ചർ ആയിരിക്കും ദെൻ എഞ്ചിനിലേക്ക് വരുന്നതും ബേൺ ചെയ്യുന്ന സമയത്ത് ആ എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ അകംവശവും എല്ലാം ഈ ഓയിൽ അങ്ങ് സ്പ്രേ ആയി മാറും. ഒരു മിസ്റ്റ് ഫോമിലേക്ക് മാറിയിട്ട് ഓയിൽ ആ എഞ്ചിനകം മുഴുവൻ ഫില്ലായിട്ടിരിക്കും. അങ്ങനെ ഒരു ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. അപ്പോൾ അവിടെ നമ്മൾ പെട്രോളിൻ്റെ കൂടെ ഈ ഓയിൽ ഒഴിച്ച് ആ പെട്രോളും ഓയിലും കൂടെ മിക്സ് ആവുന്നു. ദെൻ അതായിരിക്കും പിന്നീട് നമ്മൾ എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. കാരണം പിന്നെ എയറും ഫ്യൂലും കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആ കൂടെ തന്നെ ഈ ഓയിലും മിക്സ് ആവുന്നു. മിക്സ് ആയാതെ ആയിരിക്കും പിന്നെ എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. എഞ്ചിനിൽ കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് ഇതൊരു മിസ്റ്റ് ഫോമിൽ ആ എഞ്ചിനകം മുഴുവൻ വന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് മിസ്റ്റ് ലൂബ്രിക്കേഷൻ. പിന്നെ അടുത്തതാണ് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ. അപ്പോൾ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന കണക്റ്റിംഗ് റോഡ് അതിൻ്റെ എൻഡിലായിട്ടൊരു കപ്പ് ഷേപ്പിലുള്ള ഒന്നുണ്ടാകും. ഇത് കണക്റ്റിംഗ് റോഡാണ് എങ്കിൽ അതിൻ്റെ എൻഡിൽ ഒരു കപ്പ് ഷേപ്പിലുള്ള ഒന്നുണ്ടാകും. അപ്പം നമുക്ക് ക്രൈം കേസ് ഉണ്ട്. ഈ ക്രൈം കേസിൻ്റെ അടിയിൽ നമ്മൾ ഇത്തരത്തിൽ ഓയിൽ ഫില്ല് ചെയ്ത് വെക്കും. അപ്പോൾ ഈ കണക്റ്റിംഗ് റോഡ് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് താഴോട്ട് വരുമ്പോൾ ഈ കപ്പിനകം മുഴുവൻ ഓയിൽ ഫില്ലാകും, ഓയിൽ നിറയും. എന്നിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ആ ഓയിലിനെ ഒരു സ്പ്ലാഷ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക, നമ്മൾ ഈ ആനിമേഷനിൽ കാണുന്ന പോലെ. അപ്പോൾ അതാണ് സ്പ്ലാഷ് സിസ്റ്റം. വെൻ ദ കണക്റ്റിംഗ് റോഡ് മൂവ്സ് അപ്പ് ഇറ്റ് സ്പ്ലാഷസ് ദ ഓയിൽ ഇൻ ദ ഫോം ഓഫ് എ സ്പ്രേ. ഇനി അടുത്താണ് പ്രഷർ ഫീഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓയിൽ പമ്പ് ഉണ്ടാകും. അപ്പോൾ ഓയിലിന് വേണ്ടിയുള്ള ഒരു സമ്പ് ഉണ്ടാകും, അതാണ് ഓയിൽ സമ്പ്. അപ്പോൾ ആ ഓയിൽ സമ്പിൽ നമ്മൾ ഈ കാണുന്ന പോലെ ദെൻ ഓയിൽ ഫിൽറ്റർ ഉണ്ട്. ആ ഓയിൽ ഫിൽറ്ററിൽ കൂടെ കടന്ന് ഫോറിൻ പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്ത് ദെൻ ഒരു ഓയിൽ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ലൂബ്രിക്കേഷൻ വേണ്ട എല്ലാ പ്രൊവിഷനിലേക്കും ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു. അതിന് ഒരുപാട് മെക്കാനിസം ഉണ്ട്. കാരണം ഈ കാണുന്ന ക്രാങ്ക് ഷാഫ്റ്റിൽ നമ്മൾ ചെറുതായിട്ട് ഹോൾസ് ഒക്കെ ഡ്രില്ല് ചെയ്ത് ഇതുപോലെ ഓയിലിന് ലൂബ്രിക്കേറ്റ് ഫ്ലോ ചെയ്യാനുള്ള പാത്തൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ ലൂബ്രിക്കേഷൻ നടത്തുന്ന രീതി. ഓക്കെ, ഓയിൽ ഈസ് ഫോഴ്സ്ഡ് ബൈ ആൻ ഓയിൽ പമ്പ് ടു ഓൾ മെയിൻ ബിയറിങ്സ്, കണക്റ്റിംഗ് റോഡ്സ്, ബിയറിങ്സ്, ക്യാം ഷാഫ്റ്റ്, ബിയറിങ്സ് ആൻഡ് ദ ഗിയേഴ്സ്. അപ്പോൾ ഇത്തരത്തിൽ സമ്പിലുള്ള ഓയിലിനെ നമ്മളൊരു പമ്പ് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി എല്ലാ പ്രൊവിഷനിലേക്കും സപ്ലൈ ചെയ്തുകൊണ്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് പ്രഷർ ഫീഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ഇനി അടുത്താണ് നമുക്ക് ഡെവലപ്മെൻറ്റ് ഇൻ IC എഞ്ചിൻസ്. നമുക്ക് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്: CRDI, MPFI ആൻഡ് ഹൈബ്രിഡ് എഞ്ചിൻസ്. അപ്പോൾ ആദ്യം എന്താണ് CRDI എന്ന് നോക്കാം. CRDI എഞ്ചിൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ ഒരുപാട് ഡീസൽ എഞ്ചിനിലൊക്കെ ഇപ്പോൾ എല്ലാം CRDI ആണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ഇതാണ്: കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫ്യൂൽ ടാങ്ക് ഉണ്ട്. ആ ഫ്യൂൽ ടാങ്കിൽ നമ്മൾ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ കാണുന്ന ഒരു റെയിലുണ്ട്. ഇതൊരു കോമൺ റെയിലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 4 ഫ്യൂൽ ഇഞ്ചക്ടർ ഉണ്ട്. ഈ 4 ഫ്യൂൽ ഇഞ്ചക്ടറിനും കോമൺ ആയിട്ടുള്ള റെയിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ ഒരു കോമൺ റെയിൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് വിളിക്കാൻ കാരണം. ഇനി ഈ റെയിലിൻ്റെ പ്രത്യേകത എന്താണ്? ഈ റെയിലിൽ നമ്മൾ വളരെ ഹൈ പ്രഷറിലായിരിക്കും ഫ്യൂലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെയിലിനകത്ത് വളരെ ഹൈ പ്രഷറിൽ ഫ്യൂൽ ഇരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഫ്യൂൽ ആ ഹൈ പ്രഷറിലേക്ക് എത്തിയത്? നമ്മളൊരു ഹൈ പ്രഷർ പമ്പ് യൂസ് ചെയ്തുകൊണ്ട് ഫ്യൂവലിനെ ഹൈ പ്രഷറിലേക്ക് മാറ്റിയിട്ട് ഇത്തരത്തിൽ ഈ റെയിലിലേക്ക് സപ്ലൈ ചെയ്ത് ആ റെയിലിനകത്ത് മുഴുവൻ ഹൈ പ്രഷർ ഫ്യൂവലിനെ ഫില്ല് ചെയ്തിരിക്കുക. ഇനി ആ ഒരു പ്രഷർ ഒരു ലിമിറ്റിനേക്കാളും കൂടുതലായി മാറുമ്പോൾ നമുക്കവിടെ ഈ റെയിലിൽ നിന്ന് കുറച്ച് ഫ്യൂവൽ റിട്ടേൺ ടാങ്കിലേക്ക് പോകാനുള്ള പ്രൊവിഷനും ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്രഷർ ലിമിറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റെയിലിനകത്തെ പ്രഷർ എക്സീഡ് ചെയ്യുവാണെങ്കിൽ ദെൻ കുറച്ച് ഫ്യൂവലിനെ എടുത്ത് നമ്മൾ ടാങ്കിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് പ്രഷർ എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു രീതിയിൽ റെയിലിൽ മെയിൻറ്റെയിൻ ചെയ്യും. ദെൻ ഈ റെയിലും ഇഞ്ചക്ടറും തമ്മിൽ കണക്റ്റാണ്. അങ്ങനെ റെയിലിൽ നിന്ന് ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് ഫ്ലോ ചെയ്യും, ഇഞ്ചക്ടറിൽ നിന്ന് എഞ്ചിനിലേക്ക് ഫ്ലോ ചെയ്യും. പക്ഷേ CRDയിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഈ ഇഞ്ചക്ടറുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ECU എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. ഈ ECU എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ECU ഒരുപാട് സെൻസേഴ്സിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്.
അതായത് ഈ കൊടുത്തിരിക്കുന്ന പോലെ എൻജിൻ്റെ സ്പീഡ് അറിയാനുള്ള ഒരു സെൻസർ ഉണ്ടാകും, ആക്സിലേറ്റർ പെഡൽ പൊസിഷൻ അറിയാവുന്ന ഒരു സെൻസർ ഉണ്ടാകും, പിന്നെ ലോഡ് എത്രയുണ്ടെന്ന് അറിയാനുള്ള പ്രഷർ ഉണ്ടാകും, അതുപോലെ തന്നെ എൻജിനിലേക്ക് കയറുന്ന എയറിൻ്റെ പ്രഷർ അറിയാനുള്ള ഉണ്ടാകും, എൻജിനിലേക്ക് കയറുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ അറിയാനുള്ള ഉണ്ടാകും, അതുപോലെ തന്നെ എക്സോസ്റ്റ്, അതായത് എക്സോസ്റ്റ് പൈപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ അറിയാനുള്ള പ്രൊവിഷൻ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സെൻസേഴ്സിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസ്, ആ ഡേറ്റാസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ECU വർക്ക് ചെയ്യുന്നത്. ആ ഡേറ്റാസിൻ്റെ ബേസിൽ ECU ആണ് ഈ ഇഞ്ചക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യുവാണ് ഈ ഫ്യൂൽ ഇഞ്ചക്ടറിനെ. അപ്പോൾ ECUനോ സെൻസറിനോ എന്തെങ്കിലും കേട് സംഭവിച്ചു കഴിഞ്ഞാൽ എൻജിൻ പിന്നെ വർക്ക് ആവത്തില്ല. കാരണം ഫുള്ള് ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് CRDI. അല്ലാതെ പ്യുവർലി മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല. കാരണം ഈ ഉള്ള സെൻസേഴ്സ് ഉണ്ട്, ഈ ഒരുപാട് സെൻസേഴ്സിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ് ECU ഈ ഇഞ്ചക്ടറിനെ എല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ CRDIയിൽ നമുക്ക് കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. പണ്ടുള്ള CRDI അല്ലാത്ത ടെക്നോളജീസ് ഉണ്ട്. സാധാരണ ഫ്യൂൽ പമ്പും ഫ്യൂൽ ഇഞ്ചക്ടറും യൂസ് ചെയ്യുന്ന ടെക്നോളജി നമ്മൾ നേരത്തെ കണ്ടത്. പക്ഷെ അവിടെ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കുറവായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. അതോടൊപ്പം തന്നെ കമ്പസ്റ്റൻ എന്ന് പറയുന്നത് കൂടുതൽ സ്മൂത്ത് ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ, കാരണം വളരെ ഹൈ പ്രഷറിലാണ് നമ്മൾ ഈ ഫ്യൂലിനെ റെയിലിൽ വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഹൈ പ്രഷറിലാണ് ഇഞ്ചക്ടറിൽ നിന്ന് ഫ്യൂല് സ്പ്രേ ആകുന്നതും. അപ്പോൾ വളരെ ഹൈ പ്രഷറിൽ ഫ്യൂല് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്യൂൽ ഒന്നും കൂടെ എയറുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ആകാൻ അത് സഹായിക്കുകയും കമ്പസ്റ്റൻ കുറച്ചും കൂടെ ബെറ്റർ ആകാൻ അത് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് CRDI എഞ്ചിൻസിലെല്ലാം കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടാനും അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ മൈലേജ് കിട്ടാനുള്ള കാരണം. ഇപ്പോൾ ഈ കാണുന്നതാണ് കോമൺ റെയിൽ. ഇപ്പോൾ ഫ്യൂൽ ടാങ്കിൽ നമ്മൾ ഹൈ പ്രഷർ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് കോമൺ റെയിലിൽ ഹൈ പ്രഷർ ഫ്യൂലിനെ ഫില്ല് ചെയ്യുന്നു. ഇതിന് അവിടുന്ന് ഓരോ ഫ്യൂൽ ഇഞ്ചക്ടറിലേക്ക് പോകുന്നു. ആ ഫ്യൂൽ ഇഞ്ചക്ടറിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ECU ആണ്. അപ്പോൾ ECU ആണ് ഈ എഞ്ചിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ്. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ പെഡൽ കൂടുതൽ ചവിട്ടുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ECU മനസ്സിലാക്കും കൂടുതൽ ഫ്യൂലിൻ്റെ ആവശ്യമുണ്ട്. കാരണം കൂടുതൽ പവറിന് ഔട്ട്പുട്ടായിട്ട് വേണം, കാരണം എഞ്ചിന് മുന്നോട്ട് നീങ്ങാൻ. ദെൻ അങ്ങനെ സെൻസറുകളിലൊക്കെ ബേസിലായിരിക്കും ECU വർക്ക് ചെയ്ത് ECU അതിന് വേണ്ട ഒരു സ്യൂട്ടബിൾ രീതിയിൽ സെറ്റ് ചെയ്ത് ഈ ഫ്യൂൽ ഇഞ്ചക്ടറിനെ വർക്ക് ചെയ്യിപ്പിച്ച് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്യൂവലായിരിക്കും എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ കാണുന്നൊരു CRDIയുടെ ആനിമേഷനാണ്. Common rail distributes the fuel to the computer control injectors. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ റെയിലിൽ നിന്ന് ഫ്യൂൽ ഇഞ്ചക്ടറിലേക്ക് വരുന്നു. ഫ്യൂൽ ഇഞ്ചക്ടറിനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ECU. ദെൻ കോമൺ റെയിൽ ഡിസ്ട്രിബ്യൂട്ട്സ് ദ ഫ്യൂവൽ ടു ദ കമ്പ്യൂട്ടർ കൺട്രോൾ ഇഞ്ചക്ടേഴ്സ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ ഓഫ് അപ് ടു 1600 bar. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഈ കോമൺ റെയിലിൽ നമ്മൾ ഫ്യൂൽ സപ്ലൈ ചെയ്യുന്നത് ഇത്രയും ഹൈ പ്രഷറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഹൈ പ്രഷറിലുള്ള ഫ്യൂവലാണ് ഇഞ്ചക്ടർ വഴി പുറത്തേക്ക് വരുമ്പോൾ വളരെ ഫൈൻ സ്പ്രേ ആയിട്ടുള്ളൊരു ഫ്യൂവലായിട്ടായിരിക്കും ഇഞ്ചക്ടറിൽ നിന്ന് പുറത്ത് എഞ്ചിനിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫ്യൂലും എയറും തമ്മിലുള്ള മിക്സിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് വരും. എളുപ്പം ഫ്യൂല് മിക്സ് ആകും, കമ്പസ്റ്റിങ് കുറേ കൂടെ സ്മൂത്തായി മാറും. The electronic control unit ECU receives signals from various sensors and use those signals to operate injection. Common rail engines maintain a constant pressure regardless of the injection sequence. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത കോമൺ റെയിലിനകത്ത് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ ആയിരിക്കും. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് പ്രഷർ ആയിരിക്കും ഓരോ ഫ്യൂൽ ഇഞ്ചക്ടറിലേക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. പക്ഷെ നേരത്തെ കേസിൽ അങ്ങനെയല്ല. നമ്മളവിടെ ഫ്യൂൽ പമ്പും ഇഞ്ചക്ടറും വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഫ്യൂവൽ പമ്പിൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഹയർ സെമസ്റ്റേഴ്സിൽ പഠിക്കും. അപ്പോൾ ആ ഒരു ഫ്യൂവൽ പമ്പ് എന്ന് പറയുന്നത് ലോഡ് അനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയില്ല, എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എഞ്ചിൻ്റെ ഓപ്പറേഷനെയോ ഒന്നിനെ ബാധിക്കുന്നതല്ല, അതെപ്പോഴും കോൺസ്റ്റൻറ്റ് പ്രഷറിൽ തന്നെ ഇരിക്കുന്നു. ആ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ അത് എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ദെൻ മോർ ആക്യുറേറ്റ്ലി മെഷേർഡ് ആൻഡ് ടൈംലി ഫ്യൂൽ, അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് വളരെ മെഷർ ചെയ്തിട്ടുള്ള ഓരോ ലോഡിനും ഓരോ സ്പീഡിനും അല്ലെങ്കിൽ എൻജിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് ഫ്യൂവലായിരിക്കും
അതും വളരെ ഫൈനായിട്ടുള്ള സ്പ്രേ ആയിട്ടായിരിക്കും എൻജിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ അവിടെ സംഭവിക്കും? റെഡ്യൂസസ് അൺബേൺഡ് ഫ്യൂവൽ, അതായത് ഫ്യൂവൽ ബേൺ ചെയ്യാതെ കുറേ ഫ്യൂവൽ മിച്ചം വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫ്യൂവൽ എഫിഷ്യൻസി അവിടെ കൂടും. ദെൻ CRDയുടെ എലമെൻറ്റ്സ് ലോ പ്രഷർ സർക്യൂട്ട് ഉണ്ട്, ഹൈ പ്രഷർ സർക്യൂട്ട് ഉണ്ട്. ലോ പ്രഷർ സർക്യൂട്ടിൽ ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ പമ്പ്, ഫ്യൂവൽ ഫിൽറ്റർ എല്ലാം വരും. ഇതാണ് ലോ പ്രഷർ സർക്യൂട്ട്. ദെൻ ഈ കാണുന്നതാണ് ഹൈ പ്രഷർ സർക്യൂട്ട്. ഹൈ പ്രഷർ സർക്യൂട്ടിനകത്ത് ഹൈ പ്രഷർ പമ്പ് വരും, അവിടെ പ്രഷർ കൺട്രോൾ വാൽവ് വരും, കോമൺ റെയിൽ വരും, ഇൻജക്ടേഴ്സ് വരും, പിന്നെ ആ ഒരു റെയിലിനകത്ത് പ്രഷർ സെൻസ് ചെയ്യുന്ന സെൻസറും വരും. Then ECU and sensors. ECU receives and evaluates the signal from the sensors. അവിടെ സ്പീഡ് സെൻസർ ഉണ്ടാകും, എയർ ടെമ്പറേച്ചർ സെൻസർ ഉണ്ടാകും, എയർ മാസ് സെൻസർ ഉണ്ടാകും, റെയിൽ പ്രഷർ സെൻസർ ഉണ്ടാകും, ഒരുപാട് സെൻസർ ഉണ്ടാകും. കോമൺ റെയിലിനകത്തൊരു സെൻസർ ഉണ്ടാകും, അവിടുത്തെ പ്രഷർ എത്രയാണ്, എഞ്ചിനകത്തേക്ക് ഏറുന്ന എയറിൻ്റെ പ്രഷർ എത്രയാണ്, അതിൻ്റെ ടെമ്പറേച്ചർ, വെലോസിറ്റി, അതുപോലെ എഞ്ചിൻ്റെ RPM എത്രയാണ്, എഞ്ചിൻ കറങ്ങുന്ന RPM എത്രയാണോ, അതുപോലെ തന്നെ ഓട്ടോമൊബൈലിൻ്റെ സ്പീഡ് എത്രയാണ്, തുടങ്ങി ഒരുപാട് പാരാമീറ്റേഴ്സിൻ്റെ ഇൻപുട്ടായിട്ട് റിസീവ് ചെയ്ത് അതിൻ്റെ ബേസിലായിരിക്കും ECU ഈ ഫ്യൂൽ ഇഞ്ചക്ടറിനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ECU കാൽക്കുലേറ്റ്സ് ഇഞ്ചക്റ്റഡ് ഫ്യൂവൽ ക്വാണ്ടിറ്റി, സ്റ്റാർട്ട് ഓഫ് ഇഞ്ചക്ഷൻ, ഡ്യൂറേഷൻ ഓഫ് ഇഞ്ചക്ഷൻ ആൻഡ് കൺട്രോൾ ദ കറക്റ്റ് ഫങ്ഷനിങ് ഓഫ് ദ ഇഞ്ചക്ഷൻ സിസ്റ്റം. ഇപ്പോൾ ECU ആണ് ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ECU ആണ്. അതായത് എത്ര ഫ്യൂവൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യണം, എപ്പോൾ ഫ്യൂൽ ഇഞ്ചക്റ്റ് ചെയ്യണം, എത്ര നേരം ഫ്യൂൽ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ECU കൺട്രോൾ ചെയ്യുന്നു. ഇനി ഇത്തരത്തിൽ നമ്മൾ ഒരു കോമൺ റെയിലിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഡെലിവേഴ്സ് 25% മോർ പവർ ആൻഡ് ടോർക്ക്, ലോവർ ലെവൽ ഓഫ് നോയ്സ് ആൻഡ് വൈബ്രേഷൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോഴുള്ള പുതിയ ഇറങ്ങുന്ന ഡീസൽ എഞ്ചിനുകളൊക്കെ വളരെ ലെസ് നോയ്സാണ്, മോർ പവറും ടോർക്കും തരുന്ന എൻജിൻസാണ്. ഹയർ മൈലേജ്, നമുക്കറിയാം ഇന്നത്തെ ഡീസൽ എഞ്ചിന് മൈലേജ് വളരെ കൂടുതലാണ്, 23-25 കിട്ടുന്ന ഒരു മൈലേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് കാരണം CRDA ടെക്നോളജിയാണ്. ദെൻ ലോവർ എമിഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. അപ്പോൾ കമ്പസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നു, കാരണം ഫ്യൂല് മിച്ചം വരുന്നില്ല, കാരണം കറക്റ്റായിട്ടുള്ള ഫ്യൂലാണ് സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ പെർഫോമൻസും കൂടുതലായിരിക്കും, എമിഷൻ കുറവായിരിക്കും. ദെൻ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പെയർ പാർട്സുകളെല്ലാം തന്നെ വളരെ കോസ്റ്റ്ലിയാണ്. മെയിൻ്റനൻസ് എന്ന് പറയുന്നതും വളരെ കോസ്റ്റ്ലിയാണ്, മെയിൻ്റനൻസ് വളരെ ആവശ്യമുണ്ട്. ഇനി അടുത്താണ് മൾട്ടി പോയിൻ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, അല്ലെങ്കിൽ MPFI ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ MPFI ടെക്നോളജി എന്താണ് എന്നുള്ളത് ചെറിയൊരു ഡയഗ്രത്തിലൂടെ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് കരുതുക, ഇതാണ് നമ്മുടെ വാൽവ് എന്ന് കരുതുക. അപ്പോൾ എയർ ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. ദെൻ നമ്മൾ ഇവിടെയായിട്ടൊരു ഫ്യൂൽ ഇഞ്ചക്ടർ വെക്കും, ഫ്യൂലിനെ സ്പ്രേ ചെയ്യാനുള്ള ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ. നമ്മൾ ഡീസലിൽ ഫ്യൂൽ ഇഞ്ചക്ടർ പോലെ തന്നെ ഇവിടെ പെട്രോൾ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഒരു ഇഞ്ചക്ടർ ഉണ്ടാകും. അപ്പോൾ എയർ വരുന്നു, നമ്മൾ ഫ്യൂല് സ്പ്രേ ചെയ്യുന്നു. ദെൻ ആ എയറും ഫ്യൂലും കൂടെ ഈ ഇൻലെറ്റ് വാൽവിന് മുകളിലായിട്ട് മിക്സ് ആകുന്നു. ദെൻ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകുമ്പോൾ ഈ എയർ ഫ്യൂൽ മിക്സ്ചർ എഞ്ചിനകത്തേക്ക് വരുന്നു. അപ്പോൾ ഇതാണ് MPFI ടെക്നോളജി, മൾട്ടി പോയിൻ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ. അപ്പോൾ ഇതുപോലെ ഒരു 4 സിലിണ്ടർ അല്ലെങ്കിൽ 6 സിലിണ്ടർ അങ്ങനെ മൾട്ടിപ്പിൾ സിലിണ്ടർ ഉള്ള കേസിലാണെങ്കിൽ ഓരോ ഇൻലെറ്റ് വാൽവിൻ്റെ അല്ലെങ്കിൽ ഓരോ ഇൻലെറ്റ് മാനിഫോൾഡിലും നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ഫ്യൂല് സ്പ്രേ ചെയ്യുന്ന ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് പ്ലേസ് ചെയ്യണം. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഈ ഇൻലെറ്റ് വാൽവിനോട് അടുത്തായിട്ട് നമ്മളൊരു ഫ്യൂൽ ഇഞ്ചക്ടർ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ എയർ വരുമ്പോൾ ആ എയറും വന്നു കഴിയുമ്പോൾ ഫ്യൂല് സ്പ്രേ ചെയ്ത് എയറും ഫ്യൂലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ദെൻ അടുത്ത ഒരു വാൽവ് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന കേസിൽ അവിടെ ഫ്യൂല് സ്പ്രേ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വാൽവ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫ്യൂല് സ്പ്രേ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഏത് എഞ്ചിനിലാണോ ഇപ്പോൾ ഇൻടേക്ക് നടക്കുന്നത്, അപ്പോൾ ആ സെക്ഷനിലുള്ള വാൽവിലെ അവിടെയുള്ള വാൽവിനോട് അടുത്തിരിക്കുന്ന ഇഞ്ചക്ടർ ആക്റ്റീവ് ആകും, ഫ്യൂലിനെ സ്പ്രേ ചെയ്യും, എന്നിട്ട് എയറും ഫ്യൂലും കൂടെ മിക്സ് ചെയ്തിട്ട് എഞ്ചിനകത്തേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ഇവിടെ
കാർബറേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഇല്ല. ഇനി ഈ ഇഞ്ചക്ടറിനെ ആര് കൺട്രോൾ ചെയ്യും? ECU. ഇവിടെ ഒരു ECU ഉണ്ട്. ആ ECU ആയിരിക്കും ഈ ഇഞ്ചക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് എയർ വരുന്നു ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടെ, നമ്മളപ്പോൾ ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നു. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എഞ്ചിൻ്റെ അകത്തേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ എയർ ഇൻടേക്ക് മാനിഫോൾഡിൽ കൂടെ വരുന്നു. ദെൻ നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ടർ ആ ഇൻടേക്ക് മാനിഫോൾഡിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ഫ്യൂലിനെ എയറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ദെൻ എയർ ഫ്യൂലും കൂടെ മിക്സ് ചെയ്തിട്ട് എഞ്ചിനിലേക്ക് വരുന്നു. ദെൻ ഇവിടെ ECU ആയിരിക്കും ഈ ഫ്യൂൽ ഇഞ്ചക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഈ ECU നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CRDയിൽ പറഞ്ഞ പോലെ ഒരുപാട് സെൻസേഴ്സിൻ്റെ ഇൻപുട്ടിലായിരിക്കും ECU വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് നമുക്കറിയാം, ഈ കാണുന്നതെല്ലാം ഓരോ ഇൻലെറ്റ് വാൽവാണ്. ആ ഓരോ ഇൻലെറ്റ് മാനിഫോൾഡിനോടും ചേർന്ന് നമ്മൾ ഇത്തരത്തിൽ ഫ്യൂല് സ്പ്രേ ചെയ്യാനുള്ള ഫ്യൂൽ ഇഞ്ചക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. MPFI ഈസ് യൂസ്ഡ് ഇൻ petrol engines or spark ignited engines. MPFI system injects fuel just upstream of each cylinder's intake valve. അപ്പം ഇൻടേക്ക് വാൽവ് എവിടെയാണോ അതിന് തൊട്ട് മുകളിലായിട്ടായിരിക്കും നമ്മൾ ഈ ഫ്യൂൽ ഇഞ്ചക്ടർ പ്ലേസ് ചെയ്യുന്നതും ഫ്യൂല് സ്പ്രേ ചെയ്യുന്നതും. ബേസ്ഡ് ഓൺ കമാൻഡ്സ് ഫ്രം ECU ആണ് ആ ഫ്യൂൽ ഇഞ്ചക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇൻ MPFI സിസ്റ്റം ഈച്ച് സിലിണ്ടർ ഹാസ് വൺ ഇഞ്ചക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇൻലെറ്റ് വാൽവിനോടും ചേർന്ന് ഒരു ഇഞ്ചക്ടർ ഉണ്ടാകും. അപ്പോൾ എന്തുമാത്രം എഞ്ചിനുണ്ടോ അല്ലെങ്കിൽ എന്തുമാത്രം സിലിണ്ടർ ഉണ്ടോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ടർ ഉണ്ടാകും. ഈച്ച് സിലിണ്ടർ ഹാസ് വൺ ഇഞ്ചക്ടർ പ്ലേസ്ഡ് ഓൺ ദ സൈഡ് ഓഫ് ദ ഇൻടേക്ക് മാനിഫോൾഡ് നിയർ ദ ഇൻടേക്ക് വാൽവ് ടു സപ്ലൈ ഫ്യൂവൽ ഇൻ ദ സിലിണ്ടേഴ്സ്. Then uniform air fuel mixture will be supplied to each cylinder. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഓരോ എഞ്ചിൻ്റെയും റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഉദാഹരണം ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ നമുക്ക് 2 സിലിണ്ടർ, ഇപ്പോൾ നമുക്ക് പവർ കുറച്ച് മതി, 2 സിലിണ്ടർ വേണമെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ മീൻസ് അത് വർക്ക് ചെയ്യേണ്ടാത്ത സ്ഥിതിയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ഫ്യൂൽ ഇഞ്ചക്ടറിനെ ഓഫ് ആക്കാൻ പറ്റും. ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ ട്രാഫിക്കിലൊക്കെ കിടക്കുന്ന ഈ എഞ്ചിൻ തന്നെ ഓഫ് ആകും. അല്ലെങ്കിൽ എഞ്ചിനിലെ 2-3 സിലിണ്ടർ, ഇപ്പോൾ പവർ കൂടുതൽ ആവശ്യമില്ലാത്ത കേസിൽ ഒരുപാട് സിലിണ്ടറുള്ള എഞ്ചിനാണെങ്കിൽ അതിൽ ഏതെങ്കിലും 2-3 സിലിണ്ടറൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഒരു പ്രൊവിഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് മൈലേജ് കിട്ടും. ഓരോ സിലിണ്ടറിൻ്റെയും റിക്വയർമെൻറ്റ് കറക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ ഇത്തരത്തിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഫ്യൂൽ ഇഞ്ചക്ടർ ഉള്ളത് കൊണ്ട് സാധിക്കുന്നു. ബെറ്റർ ഫ്യൂൽ എക്കണോമി ആൻഡ് ലോവർ എമിഷൻ, ബെറ്റർ പെർഫോമൻസ് ആൻഡ് ലെസ് വൈബ്രേഷൻ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിസ്റ്റം കോംപ്ലക്സ് ആണ്, അതോടൊപ്പം തന്നെ എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡിൽ തന്നെ ഇൻലെറ്റ് വാൽവിന് തൊട്ട് മുകളിലായിട്ട് ഫ്യൂൽ ഇഞ്ചക്ടർ പ്ലേസ് ചെയ്യുന്നു. ആ ഫ്യൂൽ ഇഞ്ചക്ടർ ഇൻലെറ്റ് മാനിഫോൾഡിൽ കൂടെ വരുന്ന എയറിലേക്ക് ഫ്യൂൽ സ്പ്രേ ചെയ്യുന്നു. ദെൻ ആ എയർ ഫ്യൂൽ മിക്സ്ചർ ഇൻലെറ്റ് വാൽവ് മുകളിലായിട്ട് എയർ ഫ്യൂൽ മിക്സ്ചർ ആയി മാറിയിട്ട് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകുമ്പോൾ എഞ്ചിനിലേക്ക് വരുന്നു.